പിതാവിൻ്റെയും അതിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ഉയർപ്പ് പെരുന്നാളിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും ആശംസിക്കുക. ഈശോ ജീവിച്ചിരുന്ന നാളുകളിൽ നന്മകൾ ചെയ്തുകൊണ്ട്, സൗഖ്യം കൊടുത്തുകൊണ്ട്, രോഗികളെ സുഖപ്പെടുത്തിക്കൊണ്ട്, ഇങ്ങനെ നിരവധി നന്മകൾ ചെയ്തുകൊണ്ട് കടന്നുപോയി എന്നാണ് ഈശോയെ പറ്റി പറയുന്നത്. ഈശോയെ കാണാനായിട്ട് ആളുകൾ തിരക്കിക്കൂട്ടി ഒന്നിച്ചു ചേർന്നു. അപ്പോൾ തിരക്ക് കൂട്ടിയത് യേശുവിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്, യേശുവിൻ്റെ വചനങ്ങൾ ശ്രമിക്കാൻ, രോഗമുള്ളവന് സൗഖ്യം നേടാൻ. അങ്ങനെ പലസ്തീനയിലൂടെ യേശു നടന്നു നീങ്ങി. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ യേശുവിൻ്റെ രക്ഷാകരമായ സഹനങ്ങള് ദുഃഖവെള്ളിയാഴ്ച നമ്മൾ അനുസ്മരിക്കുകയായിരുന്നു. ഇന്ന് ഉയർപ്പ് തിരുനാള്. ഉയർപ്പ് തിരുനാളിൽ യേശുവിൻ്റെ മഹത്വപൂർണമായ ഉയർപ്പിനെയാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. സത്യമായിട്ട് അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. 1 Corinthians 15-ാം അധ്യായം 14-15 വചനങ്ങളിൽ ഉയർത്തിട്ടില്ലെങ്കിൽ, ക്രിസ്തു ഉയർത്തിട്ടില്ലെങ്കിൽ ക്രിസ്ത്യ വിശ്വാസം വ്യർത്ഥമാണ്, നിങ്ങളിപ്പോഴും നിങ്ങളുടെ പാപങ്ങളിൽ തന്നെ ഇരിക്കുന്നു. അതാണ് പൗലോസ്ലീഹ ഉയർപ്പിനെ പറ്റി നമ്മോട് പറയുന്നത്. യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചുവഴി ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ രക്ഷ പ്രാപിക്കും. റോമാക്കാർക്കുള്ള ലേഖനം 19. എന്തൊക്കെയാ വേണ്ടത്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയണം. കർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർത്തെഴുന്നേറ്റ മിശിഹായ്ക്കുള്ള പ്രത്യേകമായിട്ടുള്ള നാമമാണ് കർത്താവ്. ഉയർത്തെഴുന്നേറ്റ് പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന യേശുവിനുള്ള നാമധേയമാണ് കർത്താവ്. അപ്പോൾ യേശു കർത്താവാണെന്ന് അധരം കൊണ്ടേറ്റ് പറയുകയും ദൈവം അവനെ മരിച്ചവരെ ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ രക്ഷ പ്രാപിക്കും. ഉയർപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കേട്ടിട്ടുണ്ട്, മോർച്ചറിയിൽ അനക്കം വന്നു. മരിച്ച മോർച്ചറിയിലെ ശവത്തിന് ജീവനുണ്ടായി. ചലനം പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ജീവൻ. പിന്നെ ശ്വാസം നിലച്ചവൻ ആർട്ടിഫിഷ്യൽ ബ്രീത്തിങ് കൊടുത്തപ്പോൾ ജീവനിലേക്ക് വന്നു. ഡോക്ടർ അവിടേക്ക് ചെറുതായിട്ട് തിരുമ്മി കൊടുത്തു, അല്ലെങ്കിൽ ഇടിച്ചു കൊടുത്തു. അവൻ വീണ്ടും ജീവനിലേക്ക് വന്നു. എന്നാൽ ഇവരെല്ലാം ഉത്ഥാനം ചെയ്തവരായിട്ട് നമ്മൾ കരുതുന്നില്ല. ലാസറിനെ യേശു ഉയർപ്പിച്ചു, അത് ഉത്ഥാനമായിട്ട് നമ്മൾ കണക്കാക്കുന്നില്ല. കേവലം പുനർജീവനമല്ല ഉത്ഥാനം എന്ന് പറയുന്നത്. ഉയർപ്പെന്ന് പറയുന്നത് മർത്യതയുടെ പരിമിതികൾക്ക് അപ്പുറത്തേക്കുള്ള പ്രയാണമാണ്. മർത്യതയുടെ പരിമിതികൾക്ക് അപ്പുറത്തേക്കുള്ള ഒരു പ്രയാണമാണ് ഉയർപ്പ്. മനുഷ്യന്റെ അസ്തിത്വത്തിന് പുതിയ അർത്ഥതലങ്ങൾ, അനന്ത സാധ്യതകൾ നൽകപ്പെടുകയാണത്. ജീവിതത്തിലേക്കുള്ള മനുഷ്യന്റെ പ്രവേശനമാണ് ഉയർപ്പ്. ഇപ്പോൾ വിശ്വാസ പ്രമാണത്തിൽ ഏറ്റി ചെല്ലുന്നുണ്ട് കർത്താവിന്റെ ഉയർപ്പിനെ പറ്റി. പതിയോസ് പിലാത്തോസിന്റെ കാലത്ത് കുരിശിലറക്കപ്പെട്ട മരിച്ചയുടെ കൂടെ പതാളങ്ങൾ ഇറങ്ങി മരിച്ചോടെ 3-ാം നാൾ ഉയർന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അതാണ് വിശ്വാസ പ്രമാണം. അപ്പോൾ ഈശോ പിതാവിന്റെ വലത്തുഭാഗത്ത് സമുന്നത സ്ഥാനങ്ങളിലായിരിക്കുകയാണ്, ദൈവത്തോടു കൂടിയായിരിക്കുകയാണ്. അതാണ് ഉയർപ്പിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. ഏത് തകർന്നകൃത്യത്തെയും ജീവിതത്തെയും ഉത്ഥാനപ്രഭയിൽ നിർത്താൻ കഴിയും. തിന്മ ലോകത്തിലുണ്ട്. അതുകൊണ്ടാണ് കൊലപാതകങ്ങൾ നടക്കുന്നത്, യുദ്ധങ്ങൾ നടക്കുന്നതൊക്കെ അന്ധകാര ശക്തികളുണ്ട്. ആ തിന്മ ഈ മനുഷ്യനെ പറ്റി പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വന്തം ഛായയിൽ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടതാണ് മനുഷ്യൻ. അവന് വിശേഷ ബുദ്ധിയുണ്ട്, അനിശ്ചിതമായ ആത്മാവുണ്ട്. ഈ ആധുനിക മനുഷ്യനെ പറ്റി പറയുന്നത് ഹോമോ സപ്പിയൻസ് എന്നാണ്. സപ്പിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിയുള്ള, ആനിമലിനെ പറ്റിയാണ് ബുദ്ധിയുള്ള മൃഗം എന്ന് പറയുക. ഹോമോ എന്ന് പറഞ്ഞ ബുദ്ധിയുള്ള മനുഷ്യൻ, അതാണ് ഹോമോ സപ്പിയൻസ്. അതാണ് ആദ്യമേ ടെർമിനോൾ. അതിന് മുമ്പ് നെയാൻഡർതാൽമേനോ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ന് ഗവേഷണം നടത്തുന്നവർ പറയുന്നത് ഇന്നത്തെ ആധുനിക മനുഷ്യരിൽ ഇപ്പൊ DNA പഠനത്തിലൊക്കെ ഒത്തിരി പുരോഗതി പ്രാപിച്ചിട്ടുണ്ട്. നമ്മൾ എവിടെ നിന്ന് വന്നിരുന്നു, നമ്മുടെ
ആരൊക്കെയായിരുന്നു, പൂർവികരാരൊക്കെയായിരുന്നു എന്നുള്ളത് ഗവേഷണം വഴിയായിട്ട് ശാസ്ത്രത്തിന് പരിശോധിച്ച് തെളിയിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് നമ്മുടെ ഒറിജിനൽ, നമ്മളെ പറ്റി, ഇന്ത്യക്കാരെ പറ്റി പ്രധാനമായിട്ട് പറയുന്നത് ആദ്യമായിട്ട് ആഫ്രിക്കൻ ബ്ലഡാണ്. ആഫ്രിക്കയിൽ നിന്നാണ് ആദ്യം ആളുകൾ ഇന്ത്യയിലേക്ക് വന്നതെന്നാണ് DNA പറയുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത് ഇപ്പൊ യുദ്ധം നടക്കുന്ന ഇറാനിലെ സമതലങ്ങളിൽ ആദ്യം ഇത് അമ്പുമില്ലൊക്കെ ആയിട്ട് മൃഗങ്ങളെ കണ്ട് ചെയ്ത് ജീവിക്കുന്നവരായിരുന്നു. അത് കഴിഞ്ഞിട്ട് സമതല പ്രദേശത്തിൽ കൃഷി ചെയ്തു. അങ്ങനെയുള്ള ആളുകൾ ഇവിടെ കിടന്നത് ഇറാനിൽ നിന്നാണ് വന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് യൂറോപ്പിന്റെ പ്രദേശങ്ങളിൽ നിന്നൊക്കെ വന്നു. ഒരേ ഏരിയൻസ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ കൂടിയതാണ്, ഒരു കോമ്പിനേഷനാണ് നമ്മൾ ദ്രാവിഡന്മാരെന്ന് പറയുന്ന സൗത്ത് ഇന്ത്യക്കാര്. പിന്നെ യൂറോപ്പിൽ നിന്ന് വന്നവരുടെ അതിപ്രസരം കുറച്ചുകൂടി കൂടുതലുള്ളവരാണ് വടക്കേന്ത്യക്കാര്. അത്രയും വ്യത്യാസമുള്ള എല്ലാവരും ഇതെല്ലാം ഉണ്ട്. അപ്പോൾ മനസ്സിലാക്കാനായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും നമ്മൾ എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു എന്നുള്ളത്. ഏത് തകർന്ന ഹൃദയത്തെയും ജീവിതത്തെയും ഉത്ഥാനപ്പുറവിൽ നിർത്താനായിട്ട് കഴിയും എന്നുള്ളതാണ്. മനുഷ്യന്റെ തകർച്ചയില് ശക്തി ലഭിക്കുന്ന ദൈവവിശ്വാസത്തിലാണ്, ദൈവത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുമ്പോഴാണ്. സങ്കീർത്തനം 16:10 പറയുന്നുണ്ട്, ദൈവത്തിന്റെ പരിശുദ്ധൻ ജീർണിച്ചു പോകുന്നില്ല, എന്റെ ആത്മാവിനെ പാതാളത്തിൽ ഉപേക്ഷിക്കുകയില്ല. ദൈവത്തിന്റെ പരിശുദ്ധൻ ജീർണിച്ചു പോകില്ല, എന്റെ ആത്മാവിനെ പാതാളത്തിൽ ഉപേക്ഷിക്കുകയില്ല. സങ്കീർത്തനം 16:10 പറയുന്നുണ്ട്. യേശുവിനെ സംസ്കരിച്ച 50-കാരൻ ജോസഫിന്റെ കല്ലറയിലാണ് യേശുവിനെ സംസ്കരിച്ചത്. നിക്കോദെമോസും സഹകരിക്കാനുണ്ടായിരുന്നു. ഇവർക്ക് യേശുവിന്റെ പ്രിയപ്പെട്ടവരായിരുന്നു. അപ്പോൾ യേശുവിന്റെ കല്ലറ ശൂന്യമാണെന്ന് ശിഷ്യർ കണ്ടെത്തിയത് 3-ാം ദിവസം ഉദ്ധിതനായ ക്രിസ്തുവിനെ മുഖാമുഖം ദർശിച്ചത് 3-ാം ദിവസമാണ്. അപ്പോസ്തലന്മാര് 2 പേര് എമ്മാവുസിലേക്ക് പോയവര് യേശുവിനെ തിരിച്ചറിഞ്ഞത് അപ്പം ഭക്ഷിച്ചപ്പോഴാണ്. മീൻ പിടിച്ച സ്ത്രീഹന്മാര് യേശുവിനെ തിരിച്ചറിഞ്ഞ് 153 മത്സ്യങ്ങള് വലത്തുവശത്തേക്ക് മാറി വലയിടുക എന്ന് പറഞ്ഞപ്പോൾ അതനുസരിച്ച് ചെയ്തപ്പോഴാണ്. ഇന്ന് നമ്മൾ യേശുവിന്റെ കൂട്ടായ്മ കാണേണ്ടത് സഭയിലാണ്, കൂദാശകളിലാണ്, ദൈവവചനത്തിലാണ്. ഭക്ത സ്ത്രീകൾക്ക് നിരാശയിൽ ആര് കല്ലുരുട്ടി മാറ്റിവെക്കപ്പെടും? അവര് പോയത് യേശുവിന്റെ പാവന ശരീരം സുഗന്ധവസ്തുക്കൾ പൂശുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആര് ഉരുട്ടി മാറ്റും? വലിയ കല്ലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇത് മാറ്റപ്പെട്ടിരുന്നെന്ന് അവിടെ കാണുക. കല്ലുകൾ വലുതും മാറ്റേണ്ടതും എന്തൊക്കെയാണ്? പാപത്തിന്റെയും ശാപത്തിന്റെയും ബന്ധനങ്ങളുടെ കല്ലുകൾ നാം എല്ലാവരും മാറ്റേണ്ടതുണ്ട്. പാപത്തിന്റെ, ശാപത്തിന്റെ, ബന്ധനങ്ങളുടെയൊക്കെ കല്ലുകൾ മാറ്റണം. പിന്നെയും മാറ്റേണ്ട കല്ലുകളാണ് ഹൃദയ കാഠിന്യത്തിന്റെ, വെറുപ്പിന്റെ, കുടുംബകലങ്ങളുടെ കല്ലുകൾ മാറ്റണം. ഈ ഉള്ളൂര് പറഞ്ഞത് നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ, നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ. ഇപ്പൊ സ്വർഗവും നരകമൊക്കെ പത്തുയർത്തുന്നത് നമ്മളാണ്. നമ്മുടെ പെരുമാറ്റവും ജീവിതവുമാണ് നമുക്ക് സമാധാനവും നന്മയും ഒക്കെ തരാനായിട്ട് കാരണമാക്കുന്നത്. പിന്നെ കലകം, മദ്യാസക്തി, അവിശ്വസ്ത ഉള്ള വീടുകള് വെള്ളയടിച്ച കുഴിമാടം പോലെയാണ്. കുഴിമാടത്ത് നന്നായിട്ട് മാർബിളൊക്കെ ഇട്ടിട്ട് പേരൊക്കെ എഴുതി ഭംഗിയാക്കി വെച്ചിരിക്കുകയാണ്. എന്നാൽ കുഴിമാടത്തിന്റെ ഉള്ളിലൊക്കെ അസ്ഥികഷ്ണമൊക്കെയാണ്. അതുകൊണ്ട് യേശു പറഞ്ഞു, നന്മയിലായിരിക്കാത്ത ആളുകളെയാണ്, കുതന്ത്രങ്ങൾ വഴിയും തിന്മ വഴിയായിട്ട് മറ്റുള്ളവനെ തകർക്കാനൊക്കെ നോക്കുന്ന ആളുകളെയാണ് അത് യഹൂദന്മാരുണ്ടായതാണ് വെള്ളയടിച്ച കുഴിമാടങ്ങളെ എന്ന്
എന്നുവെച്ചാൽ കുഴിമാടത്തിന്റെ പുറത്ത് വളരെ മനോഹരമാണ്. നമ്മളും അങ്ങനെയൊക്കെയാണ്. നമ്മൾ വളരെ ഭംഗിയായിട്ട് വസ്ത്രമൊക്കെ ധരിച്ച് നല്ല ആരോഗ്യമുള്ളവരായിട്ട് സൗന്ദര്യമുള്ളവരായിട്ട് മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പക്ഷേ ഈ സൗന്ദര്യം എന്ന് പറയുന്നത് ബാഹ്യമുഖത്തിൻ്റെത് മാത്രമല്ല, ആന്തരികതയിലൂടെയാണ്. ശരിയായിട്ടുള്ള ഈ മാനസികമായിട്ടുള്ള ആരോഗ്യം, ദൈവത്തിന്റെ കൃപയിൽ ജീവിക്കുക, അതാണ് മുഖത്തിന്റെ ഏറ്റവും കാര്യം. പ്രാർത്ഥിക്കുന്ന മനുഷ്യരുടെ മുഖത്ത് പ്രസന്നത ഉണ്ടായിരിക്കുന്നവർ, അതാണ് ജീവനായിട്ടുള്ള മനുഷ്യരുടെ മുഖത്ത് പ്രസന്നതയുള്ളത്. കുറെ എന്തെങ്കിലുമൊക്കെ വാരി പൂശിയത് കൊണ്ടൊന്നും ആകുകയില്ല. പിന്നെ പ്രസന്നത എന്ന് പറയുന്ന ഹൃദയത്തിന്റെ നന്മയോ അതിന്റെ ബഹുസ്ഫുരണമാണ് പ്രസന്നത, നന്മ, മുഖത്തിന്റെ സൗന്ദര്യം. ഇതൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ സംസാരിക്കണം, ഹൃദയം തുറന്ന് സംസാരിക്കണത് മറ്റുള്ളവരെ അടിച്ചിരുത്താൻ വേണ്ടിയിട്ടല്ല, ജീവിത പങ്കാളിയെ കൊച്ചാക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ നമുക്ക് കണ്ണു തുറന്ന് എല്ലാവരിലും നന്മയുണ്ട്, നന്മയൊക്കെ ഒന്ന് കാണുന്നത് നല്ലതാണ്. ശരിക്കും പറഞ്ഞാൽ യോസേഫിനെ പോലെ കഷ്ടപ്പെടുന്നവരാണ് കുടുംബനാഥന്മാർ, മിക്കവാറും ആളുകളൊക്കെ. കാരണം അധ്വാനിക്കുന്ന കുടുംബത്തിന് വേണ്ടി, മക്കളെ പുലർത്താനൊക്കെ വേണ്ടിയിട്ട് യോസേഫിനെ പോലെ അധ്വാനിക്കുന്നവരാണ് നമ്മുടെ കുടുംബനാഥന്മാർ. കുടുംബത്തിന് വേണ്ടി വ്യയം ചെയ്യുന്നവര്, കഷ്ടപ്പെടുന്നവർ, പ്രത്യേകിച്ച് കുടിയേറ്റങ്ങളിൽ പണിയെടുക്കുന്നത് ജോലിക്കാരാണ് അവരുടെ ജോലി പൂർത്തിയാക്കുന്നത്. ആ ജോലികളൊക്കെ മനോഹരമായിട്ട് ചെയ്തുകൊണ്ട് കുടുംബത്തെ പോറ്റുന്ന കുടുംബനാഥന്മാര്. അങ്ങനെ ജോലി അധ്വാനമൊക്കെ കഴിഞ്ഞ് വന്നു കഴിയുമ്പോഴത്തേന് അവരെപ്പറ്റി നല്ല വാക്ക് പറയുക, പ്രസന്നവധനയായിട്ട് ഭാര്യ പ്രത്യക്ഷപ്പെടുക, അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒത്തിരി പ്രശ്നങ്ങൾ തീരും. അത് കുടുംബത്തിലിരുന്നോ അല്ലെങ്കിൽ ജോലി ചെയ്തോ ഒക്കെ അധ്വാനിക്കുന്ന ഭാര്യമാരുടെ നന്മ കണ്ടെത്താനായിട്ട് ഭർത്താക്കന്മാർക്ക് കഴിയണം. നമുക്കൊരു നഷ്ടവുമില്ല നല്ലൊരു വാക്ക് പറയാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും നഷ്ടമുണ്ടോ? നല്ലത് പറയാനായിട്ട് നമുക്ക് ആ വ്യക്തിയെ നേടിയെടുക്കാൻ പറ്റും. നല്ല ഒരു സംസാരം കാഴ്ചവെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയില്ല, കലഹത്തിലേക്ക് അത് നയിക്കുമെന്നുള്ളതാണ്. നല്ല കുടുംബ ഹൃദയം തുറന്ന് ആശയവിനിമയം ചെയ്യുക, പ്രാർത്ഥിക്കുന്ന മക്കൾ സ്തുതി ചെയ്യുന്നു. ആർക്കാ സ്തുതി ചെയ്യുന്നത്? അപ്പനും അമ്മയ്ക്ക്, ഈശോയ്ക്കാ സ്തുതി ചെയ്യുന്നത്. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മക്കള് വന്ന് മാതാപിതാക്കൾക്കും പ്രായമായപ്പോൾ സ്തുതി ചെല്ലുമ്പോൾ ഈശോയ്ക്ക് തന്നെയാണ് ചെല്ലുന്നത്. അത് ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയ്ക്ക് സ്തുതി ചെല്ലുന്ന ഇങ്ങനെയുള്ള കുടുംബം തീർച്ചയായിട്ടും സമാധാനത്തിൽ നിലനിൽക്കും. ഈശ്വരന്റെ സന്ദേശം ഒന്നാമത്തെ കാര്യം, ജീവിക്കുന്നവരെ മരിച്ചവരുടെ ഇടയിൽ തേടരുത്. ഈശോ ഇന്ന് നിത്യം ജീവിക്കുകയാണ്, മരിച്ചവരുടെ ഇടയിലല്ല. അവിടുന്ന് സ്വർഗീയ പിതാവിനോടൊപ്പമാണ്. രണ്ടാമതായിട്ട് ഭയപ്പെടേണ്ട, ഒത്തിരി ഭയമുള്ള ആളുകളുണ്ടായിരുന്നു. പ്രധാന പുരോഹിതന്മാർക്ക് ഭയമുണ്ടായിരുന്നു, യേശുവിനെ ഇങ്ങനെ വിടാൻ പാടില്ല. അതുകൊണ്ടാണ് യേശുവിനെ കുറ്റിത്തറക്കാനായിട്ട് വേണ്ട ഉപായങ്ങള്, കൗടല്യങ്ങളൊക്കെ അവര് നീക്കിയത്. യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂദാസിനെ ചട്ടം കെട്ടിയത്, വെള്ളി നാണയങ്ങൾ കൊടുത്തത്, ഇതെല്ലാം അതുകൊണ്ടാണ്. അപ്പോൾ അവർക്ക് ഭയം ഉണ്ടായിരുന്നു. പീലാത്തോസിന് ഭയം ഉണ്ടായിരുന്നു. യേശുവിനെ കുറ്റിത്തറയ്ക്കാൻ അനുവാദം തന്നില്ലെങ്കിൽ റോമിലേക്ക് നിങ്ങൾ പെറ്റീഷനുമായിട്ട് ഓടും. ഭയം. പത്രോസിന് ഭയം ഉണ്ടായിരുന്നു, ഇനി അറസ്റ്റ് ചെയ്യുമെന്നുള്ള ഭയം. അതുകൊണ്ട് പത്രോസിനെ സമീപത്തൊന്നും കാണുന്നില്ല. യോഹന്നാന് വലിയ ഭയമല്ലേ, യോഹന്നാൻ ഈശോ സ്നേഹിച്ച ശിഷ്യനാണ്. യോഹന്നാൻ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ പത്രോസിനെ ഇടയ്ക്ക് മുങ്ങി, ഇടയ്ക്കൊന്നും കാണുന്നില്ല. ഞാനവനെ അറിയില്ല എന്ന് 3 പ്രാവശ്യം ഉപേക്ഷിച്ച് പറയുന്ന പത്രോസിനെ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഭയം കൊണ്ടാണ് അറസ്റ്റ് ചെയ്യപ്പെടും. പിന്നെ സുവിശേഷത്തിൽ ഭയപ്പെടേണ്ട പിന്നീട് കരയരുത്. ഈശോയെ ഓർത്ത് കരഞ്ഞ 10 സ്ത്രീകളുടെ യേശു പറയുകയാണ്, നിങ്ങൾ കരയേണ്ട, നിങ്ങൾ വിലപിക്കേണ്ട, നിങ്ങളെപ്പറ്റിയും നിങ്ങളുടെ സന്തതികളെ പറ്റിയുമാണ് കരയേണ്ടത്. നമ്മുടെ ജീവിതത്തിലെ പോരായ്മകളെ പറ്റിയും കുറവുകളെ പറ്റിയും തെറ്റുകളെ പറ്റിയും പാപങ്ങളെ പറ്റിയാണ് നമ്മൾക്ക് ദുഃഖം ഉണ്ടാകേണ്ടത്. ഉത്ഥാന വാർത്ത സഹോദരങ്ങളെ അറിയിക്കാനായിട്ട് പറയുന്നുണ്ട്. സഹോദരങ്ങളെ അറിയിക്കുക. അപ്പോൾ ഉത്ഥിതനായ യേശുവിനെ
ലോകത്തിന്റെ സന്നിധിയിൽ അവതരിപ്പിക്കേണ്ടത് ആരാണ്? ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് ജീവിക്കുന്നവരാണ്. അവരുടെ ജീവിതത്തിലെ നന്മകൾ കൊണ്ടാണ്. അതുകൊണ്ട് ഉയർത്തിരുന്നാൾ ആചരിക്കുന്ന ഈ അവസരത്തില്, ലോകത്തിലെ യുദ്ധങ്ങൾ നടക്കുന്ന ഈ അവസരത്തില്, ഇറാനും ഇസ്രയേലും അമേരിക്കയുമായിട്ട് യുദ്ധം നടക്കുന്നത്, റഷ്യ യുക്രൈനുമായിട്ട് മാസങ്ങളായി തുടരുന്ന യുദ്ധങ്ങള്, അങ്ങനെ അസമാധാനത്തിന്റെ കാലഘട്ടത്തില് ഉത്തിതനായ ഈശോ സമാധാനവുമായിട്ട് കടന്നു വരികയാണ്. ലോകത്തിൽ നല്ല നാളുകൾ ഉണ്ടാകാൻ, സമാധാനമായിട്ട് മനുഷ്യൻ ജീവിക്കാൻ വേണ്ട പരിതോവസ്ഥകൾ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഉത്തിതനായ ഈശോ നമ്മളെല്ലാവരെയും, നമ്മുടെ കുടുംബങ്ങളെയും നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.